ഭയങ്കര ഉറക്കം വന്നുപോയി. പിന്നെ He's been doing amazing work. ഒരു തിയേറ്റർ അനുഭവം തന്നെയാണ്. അത് ഫോണിലോ ടി വിയിലോ കണ്ടാൽ കിട്ടണമെന്നില്ല, തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമ തന്നെ. എനിക്ക് അത് ഒരു ആവറേജ് രീതിയിലേ ഇഷ്ടപ്പെട്ടുള്ളൂ. അല്ലാണ്ട് ഭയങ്കര പടമായിട്ട് ഈ ആൾക്കാർ പറഞ്ഞ ആ ഒരു ഇത് തള്ളി മറിച്ചതാണ്, സത്യം പറഞ്ഞ തള്ളി മറിച്ചതാണ് അത്. അല്ല, അറിഞ്ഞൂടാ. കൊള്ളാം. നല്ലൊരു വെറൈറ്റി മൂവിയായിരുന്നു. കുഴപ്പമില്ല, ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. പെർഫോമൻസ് തന്നെയാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല, മമ്മൂട്ടി തന്നെയാണ് ഇതിനകത്ത് എല്ലാം. എടുത്തു പറയുന്നത് ആർട്ട് അടിപൊളിയാണ്. മമ്മൂട്ടി ഒരു രക്ഷയല്ല, സൂപ്പറാണ് കേട്ടോ. പിന്നെ അർജുൻ അശോകൻ അടിപൊളി, സൂപ്പറായിട്ടുണ്ട് എല്ലാം. നല്ല അടിപൊളി പടമായിരുന്നു. വേറിട്ട് ഷൂട്ട് പടത്തെക്കുറിച്ച് എന്താ പറയുക, ഒരു വേറിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഉറക്കം വന്നുപോയി. പിന്നെ കുഴപ്പമില്ല, ആവറേജ് പടം. മികച്ചൊരു സിനിമ തന്നെയാണ്. അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. എല്ലാവരും പെർഫോമൻസാണ് പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മമ്മൂക്ക ആയാലും സിദ്ധാർത്ഥ് ഭരതനായാലും അർജുൻ അശോകനായാലും വളരെ മികച്ച ഒരു തിയേറ്റർ അനുഭവം തന്നെയാണ്. അത് ഫോണിലോ ടി വിയിലോ കണ്ടാൽ കിട്ടണമെന്നില്ല, തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. പെർഫോമൻസ്, എല്ലാവരുടെയും പെർഫോമൻസ് തന്നെയാണ് പടത്തിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ മേക്കിംഗ് ക്വാളിറ്റി സാധ്യമായിട്ട് തന്നെ പടം എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ പടത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് അനുയോജിച്ച് വന്ന സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മൊത്തത്തിൽ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. പടം നല്ല പടമാണ്. പിന്നെ മമ്മൂട്ടിയുടെ അഭിനയമൊക്കെ കൊള്ളാം, സിനിമാറ്റോഗ്രാഫിയും കൊള്ളാം, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്റർ വാച്ചാണ്, നല്ല ലാഗമൊന്നുമില്ല, നല്ല കഥയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് നമ്മൾ പടം കാണുന്നത്. 3 പേരും, മമ്മൂക്കായിരുന്നാലും അർജുൻ അശോകനായാലും എല്ലാവരും നല്ല പടം. കോമഡി എന്നല്ല, ഒരു വിഷ്വലായിട്ട് നല്ലതായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല പടമാണ്. കണ്ടിരിക്കുക, വൺ ടൈം വാച്ചബിൾ ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് നല്ലത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിലേക്ക് ലയിച്ചു പോകും. കഥയും ഒരു ഭീകരാന്തരീക്ഷമൊക്കെ ഉണ്ട്. സൗണ്ട് എഫക്റ്റ് അടിപൊളിയായിരുന്നു. ഇറ്റ്സ് ഗുഡ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവി. ആൻഡ് ഇപ്പം കണ്ടതിലൊക്കെ വെച്ചിട്ട് വളരെ പണ്ടത്തെ പോലെ ഒരു മലയാളം സിനിമ കിട്ടിയ പോലെ. ഹീസ് ബീൻ ഡൂയിങ് അമേസിങ് വർക്ക്. മമ്മൂട്ടി മാത്രമല്ല, ബാക്കിയുള്ള ആർട്ടിസ്റ്റും എവ്രി വൺ ഈസ് ലൈക്ക് ഈക്വലി ഗുഡ്. അത്ര വിചാരിച്ചത്ര ഒരു ഇതില്ല, ആവറേജ് പടം അത്ര തന്നെയാണ്. അഴിഞ്ഞാട്ടമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു മറ്റ് പയ്യൻ കിടിലുമായിരുന്നു. എനിക്ക് അത് ഒരു ആവറേജ് രീതിയിലേ ഇഷ്ടപ്പെട്ടുള്ളൂ. അല്ലാണ്ട് ഭയങ്കര പടമായിട്ട് ഈ ആൾക്കാർ പറഞ്ഞ ആ ഒരു ഇത് ഞാൻ വിചാരിച്ചത്ര തള്ളി മറിച്ചതാണ്, സത്യം പറഞ്ഞ തള്ളി മറിച്ചതാണ്. അത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചല്ല വന്നത്. പക്ഷേ ഫസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത് ഭയങ്കര ബോറായിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് പിന്നെ ലാസ്റ്റ് സീന് അതൊക്കെ ഓക്കെ.